സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് പേര് വിവാദവുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് അനുമതി നൽകിയ ശേഷം ഇറങ്ങിയ ചിത്രം JSK ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, written and directed by Praveen Narayanan, produced by Japendra Kumar in association with Cosmos Entertainment. ഇനി ഇങ്ങനെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല കേട്ടോ. ഇങ്ങനെയുണ്ടോ ഒരു വിളി? ഈ പ്രൊവേഷൻ ഒന്ന് കഴിഞ്ഞിട്ട് വേണം പിള്ളേച്ചനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ. എന്നിട്ട് അച്ഛനും മോൾക്ക് അടിച്ചു പൊളിക്കാലോ. ജാനകി ഓഫീസിൽ നല്ല സ്മാർട്ട് ആയിരുന്നല്ലേ? ഓഫീസിൽ നിന്നല്ല, എല്ലായിടത്തും. സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് റെൻഡേ, മ്യൂസിക് സ്കോർ ചെയ്തിരിക്കുന്നത് ജിബ്രാൻ. ചിന്താമണി കൊലക്കേസ് എന്ന ചിത്രത്തിന് ശേഷം സുരേഷ് ഗോപി നായകനായി എത്തുന്ന ചിത്രമാണ് JSK. ഒരു അഡ്വക്കേറ്റ് കഥാപാത്രത്തെയാണ് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്നത്. കഥാപാത്രത്തിന്റെ പേര് ഡേവിഡ് ഏബൽ. മറ്റു താരങ്ങൾ അനുപമ പരമേശ്വരൻ, ജയൻ ചേർത്തല, ബൈജു, ശ്രുതി രാമേന്ദ്രൻ, ജോയി മാത്യു, മാധവ സുരേഷ്, ശോഭി തിലകൻ. ജാനകി വിദ്യാധരൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അനുപമ പരമേശ്വരൻ. താൻ കനകരാജ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ബൈജു. ശോഭി തിലകൻ ഒരു പോലീസ് വേഷത്തിലാണ് എത്തുന്നത്. ബാംഗ്ലൂരിൽ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ജാനകിയും കൂട്ടുകാരും ഉത്സവവുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തി അവിടെ ഉണ്ടാകുന്ന ചില സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ജയൻ ചേർത്തലയും സുരേഷ് ഗോപിയും തമ്മിലുള്ള കോടതി രംഗങ്ങൾ വളരെ നന്നായിട്ട് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഒപ്പം സ്ക്രീൻ പ്രസൻസ്, ഡയലോഗ് ഡെലിവറിയും ചെയ്യുന്ന നടനാണ് സുരേഷ് ഗോപി. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഒരാളെ തപ്പി കുമളി ഭാഗത്തേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. അതൊരു പഴയ രീതിയിലുള്ള പഴയ പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. സമകാലിക പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച നടീനടന്മാർ അവരുടെ റോളുകൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ വേഷങ്ങൾ ചെയ്തവരും ഭംഗിയായിട്ടാണ് അവരുടെ റോളുകൾ ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് കിടിലനായിരുന്നു. സെക്കൻഡ് ഹാഫിനേക്കാളും മികച്ചതായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ചില ഭാഗങ്ങൾ ലാഗ് തോന്നിയെങ്കിലും ക്ലൈമാക്സിൽ അത് ഭംഗിയായിട്ട് തീർക്കാനായിട്ട് സംവിധായകന് കഴിഞ്ഞിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ, എന്റെ മാത്രം അഭിപ്രായമാണിത്, ഈ ചിത്രം ഒരു ആവറേജ് ഫീലിംഗ് ആണ് നൽകിയത്. എനിക്കത് ഓക്കെ ഫീൽ ആയിട്ട് തോന്നിയത്. പാപ്പൻ എന്ന ചിത്രത്തിന് ശേഷം സുരേഷ് ഗോപിയെ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാൻ ഈ ചിത്രം കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ് കണ്ടത്. തൃപ്പൂണിത്തുറ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഓൾഡ് സെൻട്രൽ ടാക്കീസിലാണ് ഞാൻ ഇത് കണ്ടത്. ഏകദേശം 2.5 മണിക്കൂറാണ് ഈ ചിത്രത്തിന്റെ ദൈർഘ്യം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു സിനിമാ വിശേഷമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.